ഇപ്പോൾ PV കുട്ടൻ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. കുട്ടൻ, വളരെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ്. ഈ പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, വളരെ നിർണായകമായ ഘട്ടത്തിലേക്കാണ് എത്തുന്നത്. 270 നിലവിൽ പറയുന്ന മരണസംഖ്യയെങ്കിലും അതിൽ കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം നമുക്കറിയാം ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത്രത്തോളം ഉണ്ട്. എപ്പോഴാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കുക? അപ്പോൾ ഈ ഒരു ജീവൻ്റെ തുടിപ്പുണ്ടെങ്കിൽ അതിലെ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴാണ് ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുക? മറ്റേ ഈ പാലം നിർമ്മാണത്തിന് അതീതമായി മറ്റേതെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ടോ കുട്ടൻ? നന്ദു, ഇന്നലെ രാത്രി കനത്ത മഴയെ തുടർന്ന് തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. പക്ഷെ ആ ഘട്ടത്തിലും ഈ പ്രതികൂല കാലാവസ്ഥക്കിടയിലും ബെയിലി പാലം നിർമ്മിക്കുന്നതിന്റെ പ്രൊസീജിയർ പ്രവർത്തനങ്ങൾ തുടർന്നു വരികയായിരുന്നു. ഇന്നും ആ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി പാലം നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പൂർത്തിയായാൽ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വേഗം കൈവരിക്കാനാകും. കാരണം മറുഭാഗത്തെ പുഴയുടെ മറുഭാഗത്തേക്ക് മുണ്ടക്കയിലേക്ക് പോയി അവിടെ ഈ വലിയ ദുരന്തമാണ്. അവിടെ മണ്ണിനടിയിൽ ആൾക്കാർ പെട്ടിട്ടുണ്ടാകുമെന്നുള്ള സംശയങ്ങളുണ്ട്. കുറെ ആൾക്കാരെ കാണാതായിട്ടുണ്ട്. അപ്പോൾ JCB ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഉൾപ്പെടെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. വേലിപ്പാലം നിർമ്മിച്ചാൽ മാത്രമേ അത്തരത്തിൽ അപ്പുറത്തേക്ക് വാഹനങ്ങൾക്കൊക്കെ എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും ഇന്ന് മുൻതൂക്കം നൽകുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഈ രക്ഷാപ്രവർത്തനവും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും വേണ്ടി നേരിട്ട് വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. രാവിലെ 10 മണിയോടുകൂടിയാണ് അദ്ദേഹം എത്തുക. രാവിലെ തന്നെ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരു ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതുവരെയുള്ള ഈ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഒക്കെ ആ യോഗത്തിൽ വിശകലനം ചെയ്യും. 9 മന്ത്രിമാർ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, VN വാസവൻ, വീണ ജോർജ്, OR കേളു, K കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ, അങ്ങനെ 9 മന്ത്രിമാർ ഇവിടെ ക്യാമ്പ്, GR അനിൽ, അങ്ങനെ K രാജൻ ഉൾപ്പെടെയുള്ള 9 മന്ത്രിമാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് ഏകോപനം വഹിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇന്നും മന്ത്രിമാർ ചൂരൽമല സന്ദർശിക്കും. മുഖ്യമന്ത്രി 10 മണിക്കാണ് ഈ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. അതിനുശേഷം 11 മണിക്ക് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം വിവിധ ക്യാമ്പുകൾ സന്ദർശിക്കും. തീർച്ചയായിട്ടും മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇന്നലെയും രക്ഷാപ്രവർത്തനത്തിൽ വളരെയധികം സജീവമായിരുന്നു. നേരിട്ടെത്തുകയും തുടർന്ന് രക്ഷാപ്രവർത്തനത്തിൽ കൃത്യമായി ഇടപെടുകയും ചെയ്തിരുന്നു. സങ്കടകരമായ വാർത്തകൾ അവർ കേട്ടു. അതിന് സാധ്യമായ എല്ലാ നടപടികളും ചെയ്യുമെന്നുള്ള ഉറപ്പും ജനങ്ങൾക്ക് നൽകിയിരുന്നു. പ്രത്യേകിച്ച് ദുരന്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ മന്ത്രിമാർ ഇത്തരത്തിൽ നേരിട്ട് ഇറങ്ങിച്ചെന്ന് അവിടെ എത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒരു കൈത്താങ്ങായി പ്രദേശത്തുണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ 10 മണിയോടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. സർവകക്ഷി യോഗം എപ്പോഴാണ് യോഗം ആരംഭിക്കുക? എന്തൊക്കെയായിരിക്കും ഇന്നത്തെ യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കുട്ടൻ? നന്ദു, ഈ ദുരന്തം നടന്ന ഘട്ടം മുതൽ തന്നെ മുഖ്യമന്ത്രി നേരിട്ടാണ് ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിച്ചുകൊണ്ടിരുന്നത്. മന്ത്രിമാർ ഒക്കെ ഇവിടെ എത്തിയത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ്. അദ്ദേഹം വയനാട്ടിലേക്ക് നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിക്കും. ഇന്നലെ മന്ത്രിസഭാ യോഗവും ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വയനാട്ടിന് കൈത്താങ്ങാവുന്ന വലിയ രീതിയിലുള്ള തീരുമാനങ്ങൾ ഇന്നലത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരുന്നു. അതിന്റെ തുടർച്ചയായുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇന്നത്തെ ഈ ഉന്നതതല യോഗങ്ങളിലൊക്കെ തീരുമാനിക്കപ്പെടുക. മന്ത്രിസഭയിലുള്ള ദിവസങ്ങളിലും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഇനി പ്രധാനമായും പുനരധിവാസ പ്രവർത്തനങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. കാരണം വിവിധ ക്യാമ്പുകളിലായി ഏതാണ്ട് 8000-ലധികം ആൾക്കാരാണ് ഇവിടെ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഈ ദുരന്തബാധിത മേഖലകളിൽ നിന്നൊക്കെ ആൾക്കാരെ ക്യാമ്പുകളിലേക്ക് 100-ലധികം ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എല്ലാ ക്യാമ്പുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരം ഇവർക്ക് വേണ്ട വസ്തുക്കൾ, സാധനങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടേക്ക് ജില്ലാ കളക്ടർമാർ മുഖേനൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ക്യാമ്പുകളൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ക്യാമ്പിലെത്തിയവരൊക്കെ നമ്മോട് അവരുടെ അനുഭവങ്ങൾ മുണ്ടക്കയിലും അതോടൊപ്പം ചൂരൽമലയിലേക്കുമൊക്കെ ഒരു രാത്രിയും പകലുമൊക്കെ ഒറ്റപ്പെട്ടു പോയവർ, പ്രിയപ്പെട്ടവർ ഈ നഷ്ടമായവർ, സ്വത്തും ജീവനോപാധികളും ഒക്കെ നഷ്ടമായവരൊക്കെ നമ്മുടെ ആ കാര്യങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. അവരൊക്കെ വലിയ ആശങ്കയിലാണ്. ഇനി മുന്നോട്ട് എന്താണ് എന്നാൽ ഒരു ഗ്രാമം മുഴുവൻ, 2 ഗ്രാമങ്ങൾ മുഴുവൻ പൂർണ്ണമായും മണ്ണിനടിയിലാണ്. അവിടെ മരണസംഖ്യ നമുക്കറിയാം, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ വ്യാപ്തിയുള്ള ദുരന്തമാണ്. അത്രയും മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ആ മരണസംഖ്യ കൂടിയേക്കാനും സാധ്യതയുണ്ട്. കാരണം മണ്ണിനടിയിൽ
പെട്ടുപോയവരൊക്കെയുള്ള തെരച്ചിൽ മുണ്ടക്കയിലേക്ക് JCB ഒക്കെ എത്തിച്ചാൽ മാത്രമേ അവിടെ മണ്ണിനടിയിലുള്ള തിരച്ചിലുകളൊക്കെ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. അത് അങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാടിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൽ ഇരയായവർക്കുള്ള സഹായങ്ങൾ, അതോടൊപ്പം തന്നെ രക്ഷപ്പെട്ടവരുടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കേണ്ടതുണ്ട്. അതൊക്കെ ഇന്നത്തെ യോഗത്തിലും വരും ദിവസങ്ങളിലൊക്കെ ഇതിന്റെ തുടർച്ചയായുള്ള യോഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു. ഇന്നത്തെ യോഗത്തിലും അത് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട അജണ്ട. തീർച്ചയായിട്ടും ശക്തനായ ഒരു മുഖ്യമന്ത്രി, ശക്തരായ മറ്റു മന്ത്രിമാർ നേരിട്ടെത്തി ഏകോപനം നടത്തുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ, ദുരന്ത സാഹചര്യത്തിൽ നേരിട്ട് അവിടെ എത്തുക, ഈ ഏകോപനം നടത്തുക, വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിലേക്കാണ് നമ്മുടെ മന്ത്രിസഭയും അത്തരം കാര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത്. ഇന്ന് സർവകക്ഷി യോഗം വയനാട്ടിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരും. തുടർന്ന് അവിടെ ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തും. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലുള്ള നടപടികൾ സ്വീകരിക്കും. നേരത്തെ തന്നെ അതിനുള്ള ഈ മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ രക്ഷാപ്രവർത്തനത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ ഏകോപനത്തിലൊക്കെ ചുക്കാൻ പിടിച്ചത്. അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വളരെ മികച്ച രീതിയിലുള്ള ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ അവിടെ സജ്ജീകരിച്ചു. അതോടൊപ്പം തന്നെ ഈ രക്ഷപ്പെട്ടു വന്നവർക്ക് കൃത്യമായ രീതിയിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തി. അവർക്ക് യാതൊരു തരത്തിലും യാതൊരു കുറവും വരാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ തന്നെയാണ് കേരളം ഇത്തരം സാഹചര്യങ്ങളിൽ ഇടപെടുക